നവരാത്രിയുടെ 6ാം ദിവസം ദേവിയുടെ കാത്യായനി ഭാവത്തെയാണ് ആരാധിക്കുന്നത്. കാത്യായനി ഒരു കോപാകുലയായ ദേവിയാണ്. അതിനാൽ ദുർഗാദേവിയുടെ ഏറ്റവും ശക്തമായ രൂപങ്ങളിലൊന്നായി ദേവി വാഴ്ത്തപ്പെടുന്നു. ദേവിയുടെ ഈ അവതാരമാണ് മഹിഷാസുരനെ നിഗ്രഹിച്ചതായി വിശ്വസിക്കപ്പെടുന്നത്. കാത്യായൻ എന്നൊരു മഹാമുനി ഭൂമിയിൽ ജീവിച്ചിരുന്നു. കാത്യായന മുനിക്ക് സന്താനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം കഠിന തപസ്സു ചെയ്യുകയും ഒരു കുട്ടിക്കു വേണ്ടി ദുർഗയെ ആരാധിക്കുകയും ചെയ്തു. കാത്യായന്റെ പ്രാർത്ഥനയിൽ സംപ്രീതയായി ദേവി അവതരിച്ചു. അങ്ങനെ കാത്യായന്റെ മകളായി കാത്യായനി എന്ന നാമത്തിൽ ദുർഗാദേവി ജന്മം കൊണ്ടു. കാത്യായന്റെ പുത്രിയായതിനാൽ ദേവി കാത്യായനി എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. സിംഹമാണ് കാത്യായനി ദേവിയുടെ വാഹനം. ദേവിയെ 4 കൈകളോടെ ചിത്രീകരിച്ചിരിക്കുന്നു. 2 എണ്ണത്തിൽ ഒരു നീണ്ട വാളും താമരയും പിടിച്ചിരിക്കുന്നു. 3-ാം കൈകൊണ്ട് അവൾ അനുഗ്രഹിക്കുകയും 4-ാമത്തെ കൈകൊണ്ട് സംരക്ഷിക്കുകയും ചെയ്യുന്നു. കാത്യായനി ഭാവത്തിലാണ് ദേവി ശ്രീ പാർവതി മഹിഷാസുരനെ വധിച്ചത്. ആ സമയം ദേവി ലക്ഷ്മിയും ദേവി സരസ്വതിയും പാർവതിയിൽ ലയിച്ചു എന്നും 3 ദേവിമാരുടെയും ശക്തി ഒന്നായി മാറിയെന്നും പറയപ്പെടുന്നു. ആദിപരാശക്തിയായി മഹിഷാസുരമർദ്ദിനിയായി ദേവി മാറി. ഇഷ്ടമാംഗല്യത്തിന് കാത്യായനി ദേവിയെ ആരാധിക്കുന്നതിലൂടെ ഫലപ്രാപ്തി ഉണ്ടാവും എന്നാണ് വിശ്വാസം.